നമസ്കാരം, ടിനി കഥകളിലേക്ക് വീണ്ടും സ്വാഗതം. സിനിമയിൽ അഭിനയിക്കുന്നവരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഞാൻ പറയുന്ന ഈ പേരുകളുള്ള സംവിധായകരുടെ സിനിമയിൽ ഒന്ന് മുഖം കാണിക്കണമെന്ന്. അതിലൊന്ന് ലാൽ ജോസ്, പിന്നെ രഞ്ജിത്ത്, വിനയൻ സാറ്, കെ മധു, ജോഷി സാറ്, ഷാജി കൈലാസ്. ഇവരുടെയൊക്കെ പടത്തിൽ ഒന്നിൽ കൂടുതൽ പടത്തിൽ എനിക്ക് അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. വലിയ അംഗീകാരങ്ങളോ അല്ലെങ്കിൽ വലിയ ശമ്പളമോ ഒന്നും മേടിച്ചിട്ടില്ല. പക്ഷേ ഒരു സ്പേസ് കിട്ടുക എന്ന് വെച്ചാൽ ഒരു കഥാപാത്രം ചെയ്യുന്ന ഒരു സ്വപ്നമാണ്. അത് എനിക്ക് സിദ്ധിച്ചത് വലിയ ദൈവാനുഗ്രഹമാണ്. നമ്മുടെ ലെജൻസ് ആയിട്ട് അറിയപ്പെടുന്നവരുടെ സിനിമകളിൽ ഒരു കഥാപാത്രം ചെയ്യുക, വീണ്ടും അവർ സിനിമകൾ എടുക്കുമ്പോൾ വീണ്ടും എന്നെ വിളിക്കുന്നു എന്നുള്ളത് അവർ പറയുന്ന തൊഴിൽ കൃത്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടും അവർ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഭാഗ്യം. കാരണം ലാൽ ജോസ് സാറിൻ്റെ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ഫേമസ് ഡയറക്ടർ എന്ന് പറയുന്ന ആൾ ലാൽ ജോസ് സാറാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ പട്ടാളത്തിൽ അന്ന് പട്ടാളക്കാരായിട്ട് ഇന്നത്തെ നായകനായിട്ടുള്ള ജോജു, ഞാൻ, അങ്ങനെ കുറച്ച് പേര്, അതായത് പട്ടാള ക്യാമ്പിൽ നിന്നും കുറേ പേര് വന്നിട്ടുണ്ട്, അല്ലാതെയും വന്നിട്ടുണ്ട്. അപ്പം ഞാനും ജോജുവൊക്കെ ഒരുമിച്ചാണ് കിടക്കുന്നത്. അപ്പം നമ്മളൊക്കെ അന്ന് ചാൻസ് മോഹികളാണ്. അപ്പോൾ ഫസ്റ്റ് ദിവസം വന്ന് തന്നെ പറഞ്ഞു, നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കാൻ പോകുന്നത് വലിയൊരു പട്ടാളക്കാരനാണ് വരാൻ പോകുന്നത്, ഭയങ്കര ഡേഞ്ചറസ് ആണ്. രാജീവ് ഗാന്ധിയുടെ മറ്റേ കൊലയാളികളെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുള്ള ഓപ്പറേഷനിലുണ്ടായിരുന്ന മേജർ ഒരാളാണ്. മേജർ രവി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നമ്മളീ പറയുന്ന മേജർ രവി തന്നെയാണ്. പക്ഷെ എന്നാൽ അത്രയും അറിയപ്പെടില്ല. പുള്ളിയുടെ വരവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുറേ പട്ടാളക്കാരുണ്ട്, പല ബറ്റാലിയനിൽ നിന്ന് വന്നിട്ടുണ്ട്, കാശ്മീരിൽ നിന്ന് റിട്ടയറായ പട്ടാളക്കാരുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്, കുറേ ട്രക്കുകളുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഏപ്പടത്തിൽ അഭിനയിച്ച ഒരുത്തനുണ്ട് ഞങ്ങളുടെ ഒപ്പം. അത് വന്നിരിക്കുന്നത് ഒരു റെക്കമെൻഡേഷനിലാണ് വന്നിരിക്കുന്നത്, വലിയൊരു നടൻ്റെ റെക്കമെൻഡേഷനിലാണ്. അവൻ സൽമാൻ ഖാൻ്റെ പോലെ ഇരിക്കുന്നു, മസിലൊക്കെ പിടിച്ചിട്ട് ഭയങ്കര ലുക്കിലൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അന്ന് ഞങ്ങളെല്ലാവരും ഇരിക്കണം. അപ്പോൾ അവനാണ് കൂസലില്ലായ്മ. നമ്മളൊക്കെ പേടിച്ചിട്ട് വെക്കുന്നത്. മേജർ രവി എന്ന് പറയുമ്പോൾ ഒരു ബ്ലാക്ക് ലാൻസർ കാറിൽ ബ്ലാക്ക് കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് പാരച്യൂട്ട് ജമ്പിങ്ങിൻ്റെ, അതായത് അതൊരൊറ്റ ഡ്രസ്സായിരിക്കും, ഒരു ബ്ലൂ ഡ്രസ്സ്, ബാക്കിൽ രവി എന്ന് എഴുതിയിട്ടത്, ഒരു സിഗരറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ്. എന്നിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കാം. എന്നിട്ട് ഓരോരുത്തരും ചോദിക്കും, യു ആർ ഫ്രം വിച്ച് ബറ്റാലിയൻ? അപ്പോൾ കാശ്മീർ. യു ആർ ഫ്രം വിച്ച് റെജിമെൻറ്റ്? ഓരോരുത്തരും ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ബാക്കിൽ ഇങ്ങനെ ഇപ്പിണ്ടിട്ട്. അപ്പോൾ നമുക്ക് പേടിയുണ്ട്. ബിജു മേനോനാണ് അതിലൊരു പട്ടാളക്കാരൻ. എൻ്റെ അടുത്ത് പറഞ്ഞു ഭയങ്കര ഡേഞ്ചറസ് ആണ്. ബിജു മേനോൻ കുറച്ച് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വന്നിട്ട് എല്ലാവരും നിരന്ന് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും നിരന്ന് നിന്ന്. മറ്റവൻ വന്ന് നിന്നില്ല. അവനിത് കൂസിലേ, എനിക്ക് മേജറൊന്നും പേടിയില്ല എന്ന് പറഞ്ഞു. ഞങ്ങളിങ്ങനെ നിരന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ഓരോരുത്തർ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഓരോരുത്തർ പേരൊക്കെ ചോദിക്കുന്നു. യുവർ നെയിം? ഐ എം ടിനി ടോം. ഓക്കെ, ഓരോന്ന് കഴിയുന്നു. അപ്പോൾ ഞാൻ ഗെറ്റ് റെഡി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ട്രക്കിൽ നിന്ന് ചാടി ഇവിടെ ഒന്ന് നിൽക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങളെല്ലാവരും ട്രക്കിൽ കയറുന്നു. ആദ്യത്തെ ഷോട്ട് എടുക്കാൻ പോകണം. മറ്റവനുണ്ടല്ലോ, മറ്റേ മസിൽമാൻ സൽമാൻ ഖാൻ ഇതിലൊന്നും വന്ന് നിന്നില്ല, റിഹേഴ്സലിനൊന്നും വന്ന് നിന്നില്ല. അപ്പോൾ ഞാനും ജോജുവൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഐഡിയ ഇല്ല. കാരണം ഇവർ നിൽക്കുന്ന പോലെ നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും ഗെറ്റ് സെറ്റ് കം റൺ സൈഡ് എന്തൊക്കെ പറയുന്നു, ഓടി വന്ന് നിൽക്കുന്നു. അപ്പോൾ വേറൊരാൾ നിൽക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ കയറിയിട്ട് അത് ടേക്കായപ്പോൾ ഈ സൽമാൻ ഖാൻ വന്നിട്ട് അവിടെ കയറിയിരുന്നു. അയാളുടെ സ്ഥലം കാണാനില്ല. ഈ പട്ടി വെടിക്കെട്ടിൻ്റെ ഇടയിൽ പെട്ടുപോലെ അയാളുടെ സ്ഥലം നോക്കി ഓടി നടക്കണം. അപ്പോഴേക്കും മേജർ വിളിച്ചു, കം ഹിയർ, യു ആർ ഫ്രം വിച്ച് ബറ്റാലിയൻ? നമ്മുടെ കാശ്മീർ. വേർസ് യുവർ പ്ലേസ്? ദാറ്റ്സ് മൈ പ്ലേസ്. എന്നിട്ട് അവിടെ തന്നെ നിൽക്കാത്തത്, അവിടെ വേർത്തം കയറി നിന്ന് അവനറിയാത്ത പോലെ ഇങ്ങനെ നിൽക്കാം. പിന്നെ ഈ പറഞ്ഞവനും പറഞ്ഞ് അങ്ങോട്ട് വിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, നീ എന്തിനാണ് ഈ പണി കൊടുത്തതെന്ന് ചോദിച്ചു. അപ്പം തന്നെ നമ്മൾ വിറച്ചിട്ടാണ്, കാരണം ആ ചീത്ത പറയുന്നത് കേട്ടപ്പോൾ. പിന്നെ മാർച്ച് പാസ്റ്റാണ് ആ പടത്തിൽ പോകുന്ന ഒരു സീനുണ്ട്. എൻ്റെ അപ്പോൾ എന്നോ നിസ്സാരം, നമ്മൾ കാണുമ്പോൾ ഭയങ്കര രസമാണെന്ന് വിചാരിക്കും. ഇങ്ങനെ മാർച്ച് പാസ്റ്റ് എവിടെയിട്ട് ഇടിയിടുന്നത്? അസ്ഥാനത്തിട്ടാ. നമുക്ക് മാർച്ച് പാസ്റ്റ് അറിയില്ലല്ലോ. ജോജുവിൻ്റെ കൈയൊക്കെ ഇത്രയുണ്ട്, പടവലങ്ങടെ എത്ര ഉണ്ടോ കൈ എന്ന് പറഞ്ഞാൽ. ഒരു കൈ ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരു കാലിങ്ങനെ പോകും. മൊത്തം തെറ്റാണ് ഞങ്ങൾ കാണിക്കുന്നത്. ഒറ്റ ഇടി എവിടെ ഇട്ടൊക്കെ ആ സ്ഥാനത്തിട്ട്. ഞാൻ പറയാം, എൻ്റെ അമ്മോ എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഞങ്ങൾ വിളിച്ച് ലാൽ ജോസ് സാറിൻ്റെ അടുത്ത് പറഞ്ഞ്, സാറേ ഞാൻ മിമിക്രിയാണ്, മിലിറ്ററി അല്ല എന്ന് പറ. 2 അക്ഷരത്തിൻ്റെ വ്യത്യാസമുണ്ട് മിലിറ്ററി മിമിക്രിയും തമ്മിൽ. ലാസ്റ്റ് സാറ് പറഞ്ഞു, ഇവൻ മിലിറ്ററിയിൽ നിന്ന് വന്നേക്കണതല്ല, മിമിക്രിയാണ്. അത് ഞങ്ങൾ പിന്നെ മാറ്റി നിർത്തി. അങ്ങനെ ആ സിനിമയിൽ ഞങ്ങളിങ്ങനെ ടെൻറ്റിലാണ് താമസം. മറയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, മലയോരത്താണ്. കംപ്ലീറ്റ് ടെൻറ്റൊക്കെ ഇങ്ങനെ കെട്ടിയിരിക്കുന്നു. അപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഇടയ്ക്ക് നമുക്കൊരു ഡയലോഗ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ പ്രൊഡ്യൂസർ സുബൈർ എന്ന് പറഞ്ഞിട്ട് വലിയ പ്രൊഡ്യൂസറാണ്. സുബൈറിൻ്റെ അനിയൻ ഇതിൽ അഭിനയിക്കുന്നുണ്ട്.
പുള്ളി എല്ലാ ദിവസവും ലാൽ ജോസ് സാറിൻ്റെ ചെവിയിൽ എന്തോ പോയി പറയുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് മനസ്സിലാവില്ല. ഞാൻ വിചാരിച്ച പ്രൊഡ്യൂസറിൻ്റെ തന്നെയാണല്ലോ ഡയലോഗ് കിട്ടാൻ വേണ്ടിയിട്ട് ചെവിയിൽ എന്തോ ഒക്കെ ചെന്ന് പറയുന്നതാണെന്ന് വിചാരിച്ചത്. സംഭവം പറയണ ഇതാണ്, എനിക്ക് ഡയലോഗ് തരരുതിട്ടാ, ഞാൻ എവിടെയെങ്കിലും ഒതുങ്ങി എന്നുള്ളതാണ്. ഡയലോഗ് വേണ്ട എന്ന് പറയുന്ന ആദ്യത്തെ ചാൻസ് മുഹി. കാരണം സിനിമയിൽ ഉണ്ടാവണം, പക്ഷേ ഡയലോഗും തരരുതിട്ട്, എന്നെ മാറ്റി. ഇതാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞിട്ട് പുള്ളിക്ക് ഒരു ഡയലോഗ് കൊടുക്കാമെന്ന് പുള്ളി ഇങ്ങനെ കാണിക്കും, വേണ്ടാന്ന് പറയും. കാരണം പേടിയാണ് ഈ പട്ടാളവും മറ്റതൊക്കെ ആയതുകൊണ്ട്. അങ്ങനെ ഒരു ഷോട്ട് പുള്ളിക്ക് കൊടുത്തു. അപ്പോൾ പുള്ളിക്ക് കിട്ടിയ ഷോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമ്മളൊക്കെ ഒരു ഡയലോഗ് കിട്ടാൻ വേണ്ടി കൊതിച്ച് നിൽക്കുക. അതായത് ഒരു പില്ലോ, എയർ പില്ലോ, പ്രൊഡ്യൂസറിൻ്റെ അനിയനാണല്ലോ, അപ്പോൾ നല്ലൊരു വേഷം കൊടുക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഊതുന്ന സീനാണെന്ന് പറഞ്ഞ്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ ബങ്കറിൽ ഇങ്ങനെ കിടക്കുന്നു. പുള്ളി ലൈറ്റ്സൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ഓരോ സ്ഥലത്ത് ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഷമീർ എന്നാണ് പേര്. ഷമീറേ ആ പില്ലോ എടുത്ത് ഊതു എന്ന് പറഞ്ഞ്. അപ്പോൾ ഊതി. വെട്ടത്ത് വന്നിട്ട് ഊതു എന്ന് പറഞ്ഞപ്പോൾ ഈ പില്ലോ മാറ്റിയിട്ട് വെട്ടത്ത് വന്നിട്ട് എന്ന് പറഞ്ഞ് ഊതാ, കട്ടിട്ടെന്ന് പറഞ്ഞ്. ഇതെന്തി കാണിച്ചതെന്ന് ചോദിച്ചു. അല്ല വെട്ടത്ത് വന്നിട്ട് ഊതാൻ പറഞ്ഞ്. വെട്ടത്ത് വന്നിട്ട് വെറുതെ മറ്റേ വിളക്കൂതാനല്ല പറഞ്ഞത്, ഇത് ഊതാണ്. അതല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് ഡയലോഗ് വേണ്ട, ഊതണ ചാൻസ് പോലും വേണ്ട, വെറുതെ എയർ വിടുന്ന അതുപോലെ എനിക്ക് തരുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ മാർച്ച് പാസ്റ്റൊക്കെ ഒറ്റയ്ക്ക് പഠിക്കണം, കാരണം എപ്പോഴാണ് ആ സീൻ എടുക്കണമെന്ന് അറിയില്ല. അപ്പോൾ ഈ അനിയന് പേടിയുണ്ടത് എപ്പോഴാണ് ഇത് എടുക്കുന്നതെന്ന് അറിയില്ല. ഞാൻ നോക്കിയപ്പോൾ ട്രക്കിൻ്റെ അവിടെ കാലത്ത് 10 മണിക്ക് വന്നപ്പോൾ ഒറ്റക്ക് നിന്നിട്ട് ഒരാൾ പ്രാക്ടീസ് ചെയ്യുന്നു. എന്തൊക്കെയോ പറയുന്നുണ്ട്, കറക്റ്റ് വേർഡ്സിൽ ബാച്ചേ ബ്ലോ ബ്രാംബ്ലി ഒറ്റക്ക് നിന്നിട്ട്, ആരും എഴുന്നേക്കുന്നതിന് മുമ്പ് ഒറ്റക്ക് ഞാൻ വെച്ച് ഷമീർ എന്തി കാണിക്കണത്. ഇനി പ്രാക്ടീസ് ചെയ്തു, ഭയങ്കര തെറിയാണ്. മേജർ സാറ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൂക്കിയിട്ടടിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊന്നുമല്ല, അല്ല വാക്കുകൾ എന്താണെന്ന് അറിയണ്ട, കറക്റ്റ് പഠിക്കും എന്ന് പറഞ്ഞു. എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും ഫ്രെയിമിൽ വന്നല്ലോ, അതാണ് പുള്ളിയുടെ ഉദ്ദേശം. ഡയലോഗ് വേണ്ട, ഇതിൻ്റെ അത് കഥാപാത്രം വേണ്ട, ഒന്നും ആവശ്യമില്ല. അങ്ങനെ ജോജു ഞാനും കൂടി അങ്ങനെ ഒരു ദിവസം ഉച്ചക്ക് ഇങ്ങനെ കിടക്കുകയാണ് ഒരു ടെൻറ്റിൽ. അന്ന് അവിടെ ഒരു PR വന്നിട്ടുണ്ട്, വളരെ പ്രശസ്തനായ PR. അപ്പോൾ ഞങ്ങൾ ഈ PR എന്ന് പറഞ്ഞിട്ട് വളരെ പ്രശ്നമാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെട്ട രക്ഷോട്ട് എന്നുള്ളതാണ്. കാരണം ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് എല്ലാം നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു റൈറ്റപ്പോ ഒരു ഫോട്ടോയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. അപ്പം ഞാൻ ആ ചിത്രഭൂമിയിലൊക്കെ ഒരു മുഖം വരാൻ കൊതിച്ചിരിക്കുക. ഞങ്ങളൊക്കെ ഇങ്ങനെ പതുക്കെ പോവുകയാണെങ്കിൽ പുള്ളി നമ്മൾ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ ജോജും ഞാൻ നിരാശനാണ്. ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഒരു ടെൻറ്റിൽ ഇങ്ങനെ കിടക്കുമ്പോൾ, ഈ ടെൻ്റ് എന്ന് പറഞ്ഞാൽ 2 വശം തുറന്നതായിരിക്കും. അങ്ങനെ മല കാണാം. ഉച്ചയ്ക്ക് ഒരു 1.5 മണിക്കൂർ ലാൽ ജോസ് സാറ് റെസ്റ്റ് എടുക്കും. ഇദ്ദേഹം ഇവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കിപ്പോയി, ഞങ്ങളിങ്ങനെ നോക്കിപ്പോയി. അപ്പോൾ ഇവിടെയൊക്കെ നിറച്ച് ടർപ്പുകളൊക്കെ ഇട്ടേക്കാം. അപ്പോൾ ജോജു എൻ്റെ അടുത്ത് വന്നിട്ട് പറയണം, ടിനി നമ്മളെക്കുറിച്ചൊന്നും ഇയാൾ എഴുതൂല ടിനി. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഉറക്കം വന്നിങ്ങനെ നടക്കുകയാണ്. ഇയാളെ ഭയങ്കര വൃത്തിയായിട്ടാണ്. ഞാൻ പറഞ്ഞു 2-3 ക്യാരിയർ ഫുഡൊക്കെ കഴിക്കും. ഞാൻ പറഞ്ഞു ശരി, പിന്നെ കാശ് കൊടുത്താൽ നന്നായിട്ട് എഴുതും. ഓക്കെ കൈക്കൂലിയുടെ ആളാണെന്നേ, നമ്മളെക്കുറിച്ചൊന്നും എഴുതൂല്ലെന്നേ, ഏതെങ്കിലും കാലഘട്ടത്തിലൊക്കെ എഴുതുമായിരിക്കും എല്ലാത്തിനും. അപ്പോൾ ഇവൻ ഈ വിഷമം ഇങ്ങനെ പറഞ്ഞു തീർക്കാണ്. വൃത്തിയിട്ടവനാണെന്നേ എന്ന് പറഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഇവിടുന്ന് ആരാ വൃത്തിയിട്ടവനെന്ന് വെച്ചു. ഇവിടെ നിന്നൊരു തല. ഞാൻ നോക്കിയപ്പോൾ ഈ പുള്ളിക്കാരനാ. ഈ പുള്ളി ഇതിലേ നടന്ന് പോയിട്ട് ഇപ്പുറത്ത് വന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെയും ജോജുവിൻ്റെ ശബ്ദമൊക്കെ ഏകദേശം ഒരുപോലെയാണ്. അപ്പോൾ ഇതിലാരായി പറഞ്ഞതെന്ന് ചോദിച്ചു. ജോജു കണ്ണുകൊണ്ട് കാണിക്കണം എന്നെ. അതായത് ഞാൻ അവനല്ല എന്ന് പറഞ്ഞാൽ ഞാനായി പോവും. കാരണം ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ പെട്ടാൽ രക്ഷപ്പെടും. അദ്ദേഹത്തിന് വിരോധമായാൽ നമ്മൾ പിന്നെ മലയാള സിനിമ നോക്കണ്ട. ഞാൻ പറഞ്ഞ് ഇങ്ങനെ ചോദിച്ചപ്പോൾ ജോജു കണ്ണുകൊണ്ട് പറയില്ലേ എന്ന് പറഞ്ഞു. ഇതിൽ ആരാണ് പറഞ്ഞത് എന്നെക്കുറിച്ച് ഞാൻ വൃത്തിയിട്ടവനാന്ന് പറഞ്ഞ ആരാന്ന് ചോദിച്ചു. ഞാൻ പിന്നെ എന്ത് ചെയ്തു, ഈ ഉദാസാവേണ്ടി വന്ന് ജോജു അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒറ്റ കിടപ്പ് പറഞ്ഞു. എന്നിട്ട് ഇവൻ പറഞ്ഞ് ഇത് ഞാൻ പറഞ്ഞല്ല, എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞാണെന്ന്. എന്ത് അല്ല ഇത്ര നേരം ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ വൃത്തിയിട്ടവരാണ് ചോർന്ന്, അത് എൻ്റെ ഒരു ഷൊർണൂരുള്ള കൂട്ടുകാരൻ പറഞ്ഞു തന്നാന്ന്. ഏത് ഷൊർണൂരുള്ള കൂട്ടുകാരൻ? വേറെ തൻ്റെ തലയിൽ വെക്കാൻ നോക്കാം, നടന്നില്ല. സംഭവം അവിടെ പാട്ടായി. കാരണം ഈ വന്ന ആളെ ഭയങ്കര ഇൻസൾട്ട് ചെയ്തു. അത് ഭയങ്കര പ്രശ്നമായി എന്ന് പറഞ്ഞു. ബിജു മേനോൻ വിളിച്ചിട്ട് ജോജുവിൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീ ഇനി മലയാള സിനിമ നോക്കണ്ട. കാരണം ഏറ്റവും വലിയൊരു പാമ്പിനാണ് വേദനിപ്പിച്ചിരിക്കുന്നത്. മലയാള സിനിമ അടക്കി ഭരിക്കുന്ന ഒരാൾ, മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാറുകളെക്കുറിച്ച് പബ്ലിക് റിലേഷൻ കൊടുക്കുന്ന ആൾ നീ തമിഴ്നാട്ടിലേക്ക് പോയിക്കുമെന്ന് പറഞ്ഞു. ഇവനാണെങ്കിൽ ഒരു അന്തവും ഇതില്ലാണ്ട് ഇവിടെ വന്ന് നിൽക്കണത്, മറയൂർ വന്ന് നിൽക്കണത്. ഞാൻ നോക്കുമ്പോൾ അന്ന് വൈകിട്ട് ഞങ്ങൾ ഒരു റൂമിൽ കുറ്റിയിട്ടിട്ടില്ല. ഞാൻ തുറന്ന് നോക്കുമ്പോൾ ജോജു ഒരു മാതാവിൻ്റെ മുമ്പിൽ നിന്ന് മാതാവേ എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുക. ഇതൊരു സീനാണ്. ഇനി ഹാഫ് വേ ഓപ്പണിങ് വർഷങ്ങൾക്ക് ശേഷം കളി എന്ന് പറയുന്ന സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുകയാണ്. ജോജു പ്രധാന വേഷം ചെയ്യുന്നു, ഷമ്മി തിലകൻ, ഞങ്ങളൊക്കെ ഉണ്ട്.
അന്ന് ഇത് ഈ റൈറ്റപ്പ് എടുക്കാൻ ഇതേ PRO എത്തുകയാണ്. അപ്പോൾ ജോജി പറഞ്ഞു, ഇനി വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കൊതിച്ച, നമ്മളെക്കുറിച്ച് എഴുതാൻ കൊതിച്ച, നമ്മുടെ ഫോട്ടോ ഇടാൻ കൊതിച്ച, കൊതിയോടെ കാത്തിരുന്ന ആ PRO ഇന്ന് നമ്മളെക്കുറിച്ച് എഴുതാൻ വന്നിരിക്കുന്നു, എന്നെക്കുറിച്ച് തന്നെ എഴുതാൻ വന്നിരിക്കുന്നു, ടിനിയെക്കുറിച്ച് എഴുതാൻ വന്നിരിക്കുന്നു. അപ്പോൾ കറങ്ങിത്തിരിഞ്ഞ് വരും. നമ്മുടെ അധ്വാനമാണ്. അവൻ്റെ അധ്വാനം വലുതായിരുന്നു. മമ്മൂക്കയും ലാലേട്ടനൊക്കെ കഷ്ടപ്പെട്ടതിനൊക്കെ കൂടുതൽ എനിക്ക് തോന്നുന്നു സിനിമയിൽ ജോജി ശേഖരിക്കും കഷ്ടപ്പെട്ടത്. എനിക്കെന്ന് പറഞ്ഞാൽ മിമിക്രിയും സ്റ്റേജ് ഷോസും കാര്യങ്ങളൊക്കെ കൊണ്ട് വരുമാനം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവനെക്കുറിച്ച് എഴുതാൻ, അതാണ് നമ്മൾ സത്യസന്ധമായിട്ട് അധ്വാനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്തേണ്ട അടുത്ത് എത്തും. അപ്പോൾ എനിക്ക് ആ ഒരു വിഷ്വൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കളി എന്ന് പറയുന്ന സിനിമയിൽ ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ട്, അത് നമുക്ക് ഉപദ്രവിച്ചിട്ടൊന്നുമില്ല കേട്ടോ നമ്മളെ, പക്ഷേ അന്ന് കുറേ ഭയപ്പെടുത്തി. ബിജു മേനോൻ ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിരുന്നു. പക്ഷേ നമ്മളിതാണ് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് എഴുതാൻ, നമ്മളുടെ മുഖം വരാൻ ഒക്കെ ഒരു എനർജി ഉണ്ട്. ദ അൾട്ടിമേറ്റ് ഗോഡ്, ആ ദൈവത്തിൻ്റെ ഒരു കരസ്പർശം നമുക്ക് കിട്ടും നമ്മൾ ആഗ്രഹിച്ച് സത്യസന്ധമായിട്ട് വർക്ക് ചെയ്താൽ. അത് തന്നെയാണ് ജോജുവിൻ്റെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു സംവിധായകൻ്റെ കഥയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും.